ഞാൻ ഷൈജിത്ത്, നിങ്ങളുടെ കമ്പ്യൂട്ടർ സയൻസിന്റെ അധ്യാപകൻ. നമ്മുടെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ കമ്പ്യൂട്ടർ സയൻസിന്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോവിഡിനെതിരെ പോരാടുന്ന ആരോഗ്യ പ്രവർത്തകരെയും പോലീസ് സംവിധാനത്തെയും മറ്റെല്ലാ സർക്കാർ സംവിധാനങ്ങളെയും ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ സെക്കൻഡ് ഇയർ പഠിക്കാനായിട്ട് ഒത്തിരി നല്ല കാര്യങ്ങളുണ്ട്. പ്രോഗ്രാമിംഗ് ഉണ്ട്, ഡാറ്റാബേസ് ഉണ്ട്, വെബ് ഡിസൈനിങ് ഉണ്ട്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനു മുന്നേ, അത് പഠിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ നമുക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇയറിൽ കഴിഞ്ഞ വർഷം പഠിച്ച കാര്യങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന് ഒന്ന് ആലോചിച്ച് നോക്കാം. അതായത് തുടക്കത്തിൽ നമ്മൾ എന്തായിരുന്നു തുടങ്ങിയത്? കമ്പ്യൂട്ടറിന്റെ ഫണ്ടമെന്റൽസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററോട് കൂടിയിട്ടായിരുന്നു നമ്മൾ ഫസ്റ്റ് ഇയർ ആരംഭിച്ചത്. കമ്പ്യൂട്ടറിന്റെ ഡെഫിനേഷൻ ഉണ്ടായിരുന്നു, എവല്യൂഷൻ ഉണ്ടായിരുന്നു, ജനറേഷൻ ഉണ്ടായിരുന്നു, ക്ലാസിഫിക്കേഷൻ, ബ്ലോക്ക് ഡയഗ്രാം, അതിന്റെ ഒരു നമ്പർ സിസ്റ്റം, സോഫ്റ്റ്വെയറിന്റെ ക്ലാസിഫിക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു ചാപ്റ്ററിനകത്ത് ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ടല്ലോ അത്. അത് കഴിഞ്ഞതിന് ശേഷം കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറിനെ പറ്റിയുള്ള ചാപ്റ്ററായി. കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ ചാപ്റ്ററിനകത്ത് നമ്മളുടെ കമ്പ്യൂട്ടർ ഇൻസ്റ്റലേഷൻ ആൻഡ് മെയിന്റനൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ, ആ ഒരു ചാപ്റ്ററിനകത്ത് കമ്പ്യൂട്ടറിന്റെ ഡെസ്ക്ടോപ്പിന്റെ ഹാർഡ്വെയർ, ലാപ്ടോപ്പിന്റെ ഹാർഡ്വെയർ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ആ ഒരു ചാപ്റ്ററിനകത്ത് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പഠിച്ചത് നെറ്റ്വർക്ക് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. നെറ്റ്വർക്ക് കോൺഫിഗറേഷനകത്ത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്താണ്, അതിന്റെ ഗുണങ്ങൾ എന്താണ്, അതേപോലെ തന്നെ അതിനകത്ത് ഏതെല്ലാം തരം നെറ്റ്വർക്കുകൾ ഉണ്ട്, നെറ്റ്വർക്കിലോട്ട് എങ്ങനെ ആക്കാൻ പറ്റും, ക്രിമ്പിംഗ് എന്താണ്, ഫയലുകൾ എങ്ങനെ ഷെയർ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അതിനകത്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് പഠിച്ചത്? അത് കഴിഞ്ഞിട്ട് CCTVയുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ സർവൈലൻസ് സിസ്റ്റം പഠിച്ചു, അല്ലേ? ആ വീഡിയോ സർവൈലൻസ് സിസ്റ്റത്തിനകത്ത് ഏതൊക്കെ തരം ക്യാമറകളുണ്ട്, എന്താണ് DVR, NVR, അതേപോലുള്ള കാര്യങ്ങളെല്ലാം ആയിരുന്നില്ലേ അതിനകത്ത്? അതെല്ലാം ആ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ അടുത്ത മോഡ്യൂളിലോട്ട് പോയി. അടുത്ത മോഡ്യൂളിനകത്ത് ഗ്രാഫിക് ഡിസൈൻ ആയിരുന്നു പ്രധാനമായിട്ടുണ്ടായിരുന്നത്, അല്ലേ? ആ ഗ്രാഫിക് ഡിസൈനകത്ത് എന്തായിരുന്നു തുടക്കം? വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ, കുറച്ച് തിയറിറ്റിക്കൽ ആയിട്ടുള്ള കൺസെപ്റ്റുകൾ. അത് കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മൾ പേജ് മേക്കർ എന്ന് പറയുന്ന DTP പാക്കേജിലോട്ട് പോയി, അല്ലേ? DTP പാക്കേജ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ കോറൽ ഡ്രോ പഠിക്കാനായിട്ട് പോയി. കോറൽ ഡ്രോയ്ക്കകത്ത് കുറച്ച് എംബ്ലങ്ങളൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്തില്ലായിരുന്നു? അത് ചെയ്തതിന് ശേഷം നമ്മൾ ഫോട്ടോ എഡിറ്റിംഗ് പാക്കേജ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് പഠിച്ചു? ഫോട്ടോഷോപ്പ് പഠിച്ചു, ഇല്ലേ? അപ്പം അത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചു കഴിഞ്ഞത്. ഫസ്റ്റ് ഇയറിൽ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ സെക്കൻഡ് ഇയറിലോട്ട് വരികയാണ്. സെക്കൻഡ് ഇയറിൽ തുടക്കത്തിൽ കമ്പ്യൂട്ടർ ലാംഗ്വേജുകളെ പറ്റിയാണ്. ഫസ്റ്റ് ഇയറിനകത്ത് നമ്മൾ 2 തൊഴിലിടങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. ഹാർഡ്വെയർ എഞ്ചിനീയർ എന്ന് പറയുന്ന ഒരു തൊഴിലിടത്തെ പറ്റിയും ഗ്രാഫിക് ഡിസൈനർ എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു തൊഴിലിടത്തെ പറ്റിയും നമ്മൾ അതിനകത്ത് കുറച്ചൊക്കെ ശീലിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ നേരെ വരുന്നത് പ്രോഗ്രാമിംഗ്. അതായത് അത് പ്രധാനമായിട്ടും നോക്കുന്നത് ഒരു ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് വളരെ നല്ലൊരു ബേസ് വേണമല്ലോ എന്നുള്ള രീതിയിലാണ് തുടക്കത്തിലുള്ള ആ ഒരു മോഡ്യൂൾ ഉള്ളത്. ആ മോഡ്യൂളിന്റെ പേരെന്ന് പറയുന്നത് ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആൻഡ് ഡാറ്റാബേസസ് എന്ന് പറയുന്ന ആദ്യത്തെ മോഡ്യൂളാണ്. രണ്ടാമത് വേറൊരു മോഡ്യൂളും ഉണ്ട് നമുക്ക് പഠിക്കാനുള്ളത്, വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന മറ്റൊരു മോഡ്യൂളും ഉണ്ട്. ഈ 2 മോഡ്യൂളാണ് ഈ ഒരു വർഷത്തിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ മോഡ്യൂളിലോട്ട് പോകാം. ആദ്യത്തെ മോഡ്യൂളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉള്ളത്? ആദ്യത്തെ മോഡ്യൂളിൽ നമ്മൾ സ്വാഭാവികമായിട്ട് ഇത്രയും കാര്യങ്ങൾ മാത്രം ആലോചിച്ചാൽ മതി. പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെ പറ്റി, കമ്പ്യൂട്ടറിന്റെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ ഏതെല്ലാമാണ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ക്ലാസിഫിക്കേഷൻസ് എന്തെല്ലാമാണ്, അതേപോലെ തന്നെ ഒരു C++ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പാഠങ്ങൾ, അത് കഴിഞ്ഞ് ഡാറ്റാബേസിനെ പറ്റിയുള്ള കുറച്ച് പാഠങ്ങൾ, ഡാറ്റാബേസ് കഴിഞ്ഞ് SQL എന്ന് പറയുന്ന ഒരു ഡാറ്റാബേസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജിനെ പറ്റിയുള്ള കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ആദ്യമായിട്ട് 3rd മോഡ്യൂളിൽ പഠിക്കാനുള്ളത്. 4th മോഡ്യൂളിൽ വരുമ്പോഴത്തേക്കും നമുക്ക് പഠിക്കാനായിട്ടുള്ളത് എന്തെല്ലാമാണെന്ന് വെച്ചാൽ വെബ് ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഒരു വെബ് ഡിസൈനിങ്, നമ്മൾ HTML എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ആ 10ാം ക്ലാസ്സിലെ ലാംഗ്വേജ് വെച്ച് HTML വെച്ച് ചെറുതായിട്ട് വെബ് പേജുകളും വെബ്സൈറ്റുകളും ഒക്കെ ഒന്ന് ഡിസൈൻ ചെയ്യുന്ന വിധം, അതിനകത്തോട്ട് എങ്ങനെ ജാവാസ്ക്രിപ്റ്റും PHPയും ഒക്കെ ഒന്ന് ആഡ് ചെയ്യുക, അതേപോലെയുള്ള കാര്യങ്ങൾ. എന്നിട്ട് ചെറിയൊരു വെബ്സൈറ്റ് പോലെയൊക്കെ ഉണ്ടാക്കുക. വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലൂടെ ഇതിനെ ഒന്ന് ഹോസ്റ്റ് ചെയ്യുന്ന രീതികളൊന്ന് പഠിക്കുക. ഹോസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനെറ്റിലേക്ക് ഒന്ന് ഇറക്കി വെക്കുന്ന രീതി ഒന്ന് പഠിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ലേറ്റസ്റ്റ് ട്രെൻഡ്സ് ആൻഡ് ടെക്നോളജീസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്.
ഇത്രയും കാര്യങ്ങളാണ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്ന വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ വിഷയത്തിനകത്തുള്ളത്. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മുടെ ക്ലാസ്സിനകത്ത് ഇത്രയും കാര്യങ്ങളകത്ത് നമ്മൾ ആദ്യം പഠിക്കാനുള്ളത് കമ്പ്യൂട്ടർ ലാംഗ്വേജുകളുടെ ഫണ്ടമെന്റൽസ് ആണ്. കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഫണ്ടമെന്റൽസ്. ആ ലാംഗ്വേജുകൾ, ഭാഷകളെ പറ്റിയാണ് നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടത്. ഭാഷ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു കാര്യം പറയുന്ന ഭാഷയില്ല അല്ലേ? ഞാനിപ്പോൾ കൂടുതലും മലയാളം ഭാഷ ഉപയോഗിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും മലയാളം ഭാഷ അത്രയും നല്ലോണം അറിയാം. കുറച്ചൊക്കെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉപയോഗിച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉപയോഗിച്ചാലും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഈ രണ്ട് ഭാഷകൾ ഉള്ള കാര്യങ്ങൾ അത്യാവശ്യം പ്രാവീണ്യമുണ്ട്. വേറെ ഒത്തിരി ഭാഷകൾ ഉണ്ട്. കേരളത്തിലാണെന്നുണ്ടെങ്കിൽ മലയാളം പ്രധാനമായിട്ടുണ്ട്. ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 22ഓളം ഭാഷകൾ അംഗീകൃത മദർ ടങ്കുകളുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ഏകദേശം 1200-ലധികം ഭാഷകൾ, അംഗീകാരമുള്ള ഭാഷകൾ നിലവിലുണ്ട്. ലോകത്ത് ഒരുപാട് ഭാഷയുണ്ട്. 6500-ൽ പരം ഭാഷകൾ ലോകത്ത് നിലവിലുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആ 6500-ൽ പരം ഭാഷകളുള്ള ലോകത്ത് മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കാനും ഇടപെടാനും ഒക്കെ ആയിട്ടാണ് ഈ 6500-ൽ പരം ഭാഷകളുള്ളത്. അതുപോലെ തന്നെ കമ്പ്യൂട്ടറുമായിട്ട് നമുക്ക് സംവേദിക്കാം, കമ്പ്യൂട്ടറുമായിട്ട് ആശയവിനിമയം നടത്താൻ, അതുപോലെ തന്നെ കമ്പ്യൂട്ടറുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്താനും അതിനും കൂടെ അറിയാവുന്ന ഒരു ഭാഷ വേണം. കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഭാഷ. കമ്പ്യൂട്ടർ ഭാഷകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് തന്നെ ആയിരക്കണക്കിന് കമ്പ്യൂട്ടർ ഭാഷകൾ. അങ്ങോട്ടും ഇങ്ങോട്ടും ആശയം കൈമാറ്റം ചെയ്യാൻ, മനുഷ്യനുമായിട്ട് ആശയം കൈമാറ്റം ചെയ്യാൻ, മനുഷ്യന് പ്രോഗ്രാമിംഗ് ചെയ്യാൻ. നമ്മളങ്ങനെ ആ ഭാഷയുടെ ഒരു അടിസ്ഥാനം പഠിച്ചതിന് ശേഷം നേരെ പ്രോഗ്രാമിങ്ങിലോട്ടാണ് പോകുന്നത്. ഒരു ഭാഷ വെച്ച് എങ്ങനെ പ്രോഗ്രാം ഡിസൈൻ ചെയ്യാം എന്നുള്ള കാര്യത്തെ പറ്റിയാണ് നമ്മൾ പിന്നെ പഠിക്കാനായിട്ട് പോകുന്നത്. അതിനു മുമ്പേ ഭാഷ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് നമുക്ക് എന്ത് പറയാം? കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഇസ് എ സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ വിത്ത് എ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ, ആശയവിനിമയം നടത്താനുള്ള ഒരു സിസ്റ്റമാണ് കമ്പ്യൂട്ടർ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ലാംഗ്വേജിന്റെ ആവശ്യകത എന്ന് പറയുന്നത് എന്താണ്? To make communication between user and computer or between two or more computer, we need a computer language. മനുഷ്യനും കമ്പ്യൂട്ടറുമായിട്ടുള്ള ഒരു ആശയവിനിമയം നടത്താനോ അല്ലെങ്കിൽ രണ്ടിലധികം കമ്പ്യൂട്ടറുകൾ പരസ്പരം ആശയവിനിമയം നടത്താനോ ഒരു ഭാഷയുടെ ആവശ്യമുണ്ട്. അതാണ് ഭാഷയുടെ ആവശ്യം അല്ലെ? മനുഷ്യർക്കും ഒരുപാട് ഭാഷകളുടെ ആവശ്യമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ആശയം കൈമാറ്റം ചെയ്യാൻ കമ്പ്യൂട്ടറുമായിട്ട് സംവേദിക്കുമ്പോഴും ഭാഷ ഒരു അനിവാര്യ ഘടകമാണ്. അപ്പം കമ്പ്യൂട്ടറിന്റെ ഭാഷയെ പറ്റി പണ്ടുകാലം മുതൽ, കമ്പ്യൂട്ടർ ജനിച്ച കാലഘട്ടം മുതൽ തന്നെ നമുക്കറിയാം. അബാക്കസ് കഴിഞ്ഞ് നമ്മൾ നേരത്തെ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാൾസ് ബബാജെ കൊണ്ടുവന്നിട്ടുള്ള അനലിറ്റിക്കൽ എഞ്ചിനെ പറ്റിയെല്ലാം നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ആ ഒരു കാലഘട്ടം മുതലേ തന്നെ ഈ പ്രോഗ്രാമിങ്ങും ഭാഷകളെ പറ്റിയും ഒക്കെ ഉള്ള ചർച്ചകളും കാര്യങ്ങളും എല്ലാം നടന്നു വരുന്നുണ്ട്. അപ്പം ആ ഒരു ഫണ്ടമെന്റൽ, എന്ത് പഠിക്കുമ്പോഴും നമ്മൾ കുറച്ചൊക്കെ ഒരു ഫണ്ടമെന്റൽ തരത്തിലൂടെ തന്നെ കയറിപ്പോണം. ഫണ്ടമെന്റൽ, ഇതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു, ഇതെങ്ങനെയാണ് ആരംഭിച്ചു വന്നത് എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി എപ്പോഴായാലും കാണാം. നമ്മുടെ പുസ്തകത്തിൽ അത് വലുതായിട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും തുടക്കം ഒക്കെ എങ്ങനെയായിരുന്നു, കമ്പ്യൂട്ടർ ഭാഷകളുടെ തുടക്കം എങ്ങനെയായിരുന്നു? അതായത് കമ്പ്യൂട്ടർ ഭാഷ ജനിച്ചു വരുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു ചാൾസ് ബബാജയുടെ കാര്യം പറഞ്ഞില്ലേ? ചാൾസ് ബബാജെ ഫാദർ ഓഫ് മോഡേൺ ഡേ കമ്പ്യൂട്ടറാണ്. ഈ ചാൾസ് ബബാജയുടെ ഫേമസ് ആയിട്ടുള്ള അസിസ്റ്റന്റിന്റെ പേരും ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ടായിരുന്നു, ലേഡി അഗസ്റ്റ അഡ ലവ്ലേസ്. അതിനകത്ത് തന്നെ ഈ ലേഡി അഗസ്റ്റ അഡ ലവ്ലേസിന് ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. ഫസ്റ്റ് പ്രോഗ്രാമർ ഇൻ ദ വേൾഡ് ആയിട്ട് ലേഡി അഗസ്റ്റ അഡ ലവ്ലേസ് അറിയപ്പെട്ടിരുന്നു. ഓർമ്മയുണ്ടോ? ആ ഒരു കാര്യം ഒന്ന് ഓർത്തെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രോഗ്രാമറായിട്ട് എന്തുകൊണ്ടാണ് അറിയപ്പെട്ടത്? നമുക്കറിയാം ചാൾസ് ബബാജെ 2 സിസ്റ്റമാണ് നിർമ്മിച്ചത്. 2 സിസ്റ്റം ഡിസൈൻ ചെയ്തു. ഡിഫറൻസ് എഞ്ചിൻ ഡിസൈൻ ചെയ്തു 1822 ഡിഫറൻസ് എഞ്ചിൻ ഡിസൈൻ ചെയ്തു. 1833 അനലിറ്റിക്കൽ എഞ്ചിൻ ഡിസൈൻ ചെയ്തു. ഈ അനലിറ്റിക്കൽ എഞ്ചിനകത്ത് നമ്മുടെ ഇൻപുട്ട് യൂണിറ്റും ഔട്ട്പുട്ട് യൂണിറ്റും സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റും എല്ലാം ഉണ്ടായിരുന്നത് കൊണ്ടാണല്ലോ ചാൾസ് ബബാജെ ഫാദർ ഓഫ് മോഡേൺ ഡേ കമ്പ്യൂട്ടർ എന്നറിയപ്പെടാൻ കാരണം. ആ ചാൾസ് ബബാജയുടെ ഫേമസ് ആയിട്ടുള്ള അസിസ്റ്റന്റ് ആയിട്ടുള്ള ലേഡി ഒഗസ്റ്റ അഡ ലവ്ലേസ് എന്ന് പറയുന്ന ലേഡിയാണ് ആദ്യമായിട്ടൊരു പ്രോഗ്രാം പോലെ ഡിസൈൻ ചെയ്യുന്നത്. 1849 ഇതേ അനലിറ്റിക്കൽ എഞ്ചിനകത്ത് നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് പ്രവർത്തിപ്പിക്കാൻ
ഒരു രീതി കാണിച്ചു. പുതിയതായിട്ടൊരു അൽഗോരിതവും ഇൻസ്ട്രക്ഷനും എല്ലാം ഡിസൈൻ ചെയ്തത് ഇതേ ലേഡി ഒഗസ്റ്റ അഡ ലവ്ലേസ് ആണ്. അതുകൊണ്ടാണ് ഫസ്റ്റ് പ്രോഗ്രാമർ ഇൻ ദ വേൾഡ് ആയിട്ട് ലേഡി ഒഗസ്റ്റ അഡ ലവ്ലേസ് അറിയപ്പെടാൻ കാരണം. ഇനി വേറൊരു കാര്യമുണ്ട്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലോട്ട് പോകുന്നതിന് മുമ്പേ ആദ്യത്തെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏതായിരുന്നു? ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ട് ആദ്യം ഉപയോഗിച്ചത് പേര് ഞാൻ പറയാം, കാരണം അത്ര ഓർമ്മയൊന്നും നേരത്തെ പഠിച്ചിട്ടില്ല നമ്മൾ. പ്ലാൻ കാൽക്കുൽ എന്നറിയപ്പെടുന്ന ഒരു ലാംഗ്വേജ് ആണ് ആദ്യത്തെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ആ പ്രോഗ്രാമിംഗ് കൊണാർഡ് സൂസ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ 1943 ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. 1943 ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് പ്ലാൻ കാൽക്കുൽ. പക്ഷെ അതൊരു കൺസെപ്റ്റ് മാത്രമായിരുന്നു. ആദ്യത്തെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നും പറഞ്ഞുകൊണ്ടൊന്നും അതിന് വലുതായിട്ട് ഇംപ്ലിമെന്റേഷൻ ഇല്ലായിരുന്നു. പിന്നെ കുറച്ചുകൂടെ കാലഘട്ടം കഴിഞ്ഞ് 1945 ജോൺ വോൺ ന്യൂമാൻ എന്ന് പറയുന്ന വ്യക്തി സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ്, കമ്പ്യൂട്ടറിനകത്ത് സ്ഥിരമായിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും എന്നൊരാശയം കൊണ്ടുവന്നു. അത് കമ്പ്യൂട്ടർ ഇൻഡസ്ട്രിയിൽ ഒരുപാട് മാറ്റങ്ങളാണ് പിന്നെ ഉണ്ടാക്കിയത്. ഇതേ ജോൺ വോൺ ന്യൂമാൻ തന്നെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഷോർട്ട് കോഡ് എന്നറിയപ്പെടുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജും ഇതേ ജോൺ വോൺ ന്യൂമാൻ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ചുകൂടെ കാലഘട്ടങ്ങൾ കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ച് വന്നിരുന്ന ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇപ്പോഴും ഉപയോഗിക്കുന്ന ഫോർട്രാൻ എന്നറിയപ്പെടുന്ന ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1957 എന്നാണ്. 1957 ആദ്യത്തെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ജോൺ ബാക്കസ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ IBM എന്ന് പറയുന്ന ആ ഒരു കമ്പനിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ആ ഒരു ഫോർട്രാൻ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പുറത്തിറക്കിയത്. കുറച്ചൊക്കെ ഓർക്കണേ. ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും PSC പരീക്ഷകൾക്കോ അല്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കോമ്പറ്റേറ്റീവ് ടെസ്റ്റുകളും ഒക്കെ വരുമ്പോഴത്തേക്കും ഇതൊക്കെ ചിലപ്പം നമുക്ക് ആവശ്യപ്പെടും. നമ്മുടെ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇത് ആവശ്യം ഉണ്ടായിരിക്കാം, പക്ഷെ നമുക്കിത് ആവശ്യമുണ്ടാവും. അതുകൊണ്ട് ഓർക്കണം, കോബോൾ ആ ഒരു സമയത്തുണ്ടായിരുന്ന മറ്റൊരു പ്രമുഖ ലാംഗ്വേജ് ആണ്. കോബോൾ എന്നറിയപ്പെടുന്ന ലാംഗ്വേജ് അത് 1959 കൊണ്ടുവന്ന ലാംഗ്വേജ് ആണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഒരു അൽഗോരിതമിക് ലാംഗ്വേജ് വന്നു. നമ്മൾ ഇപ്പോൾ കാണുന്ന പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ അൽഗോൾ എന്നറിയപ്പെടുന്ന ഒരു അൽഗോരിതമിക് ലാംഗ്വേജ് ആണ്. 1959 വന്നിട്ടുള്ള അൽഗോൾ എന്നറിയപ്പെടുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വന്നതിന് ശേഷമാണ് പിന്നെ അതിനെ ബേസ് ചെയ്ത് സി എന്ന് പറയുന്ന പാസ്കൽ വന്നു, സി എന്ന് പറയുന്ന ലാംഗ്വേജ് വന്നു, C++ വന്നു, ജാവ വന്നു. അത് കഴിഞ്ഞതിന് ശേഷം C# എന്ന് പറയുന്ന ലാംഗ്വേജ് 2000 മൈക്രോസോഫ്റ്റ് കൊണ്ടുവരുന്നു. C# എന്ന് പറയുന്ന ലാംഗ്വേജ്. അതും കഴിഞ്ഞ് ഇപ്പോൾ 2014 സ്വിഫ്റ്റ് എന്നറിയപ്പെടുന്ന ആപ്പിൾ കമ്പ്യൂട്ടറിന്റെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് വന്നത്. അത് മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റിനും എല്ലാമായിട്ട് വന്നിട്ടുള്ളതെല്ലാം അൽഗോൾ എന്ന് പറയുന്ന ഒരു അൽഗോരിതമിക് ലാംഗ്വേജിന്റെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ഒത്തിരി പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ നിലവിലുണ്ട്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ ഈ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു വരുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ഒത്തിരി പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളുടെ ചരിത്രം പറഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പഠിക്കാനുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലോട്ട് പോകാം. നമുക്ക് പഠിക്കാനുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളുടെ ക്ലാസിഫിക്കേഷൻ ആണ് പഠിക്കാനുള്ളത്. തുടക്കത്തിൽ എന്താണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. നമുക്ക് പഠിക്കാനുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെ 3 മാത്രമേ ക്ലാസിഫൈ ചെയ്യൂ. മെഷീൻ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജും ഹൈ ലെവൽ ലാംഗ്വേജ്. മെഷീൻ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ്, ഹൈ ലെവൽ ലാംഗ്വേജ്. എന്നാൽ ഇത്രയും മാത്രമൊന്നും അല്ല ക്ലാസിഫിക്കേഷൻ. വേറെ ഒരുപാട് തരത്തിലൊക്കെ ക്ലാസിഫൈ ചെയ്യാം. നമ്മൾ കുറച്ചുകൂടെയൊക്കെ ഹയർ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും ഹൈ ലെവൽ ലാംഗ്വേജ് കഴിഞ്ഞിട്ട് 4th ജനറേഷൻ ലാംഗ്വേജ് ഉണ്ട്. മറ്റേ വലിയ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോഴത്തേക്ക് ഫസ്റ്റ് ജനറേഷൻ ലാംഗ്വേജ് അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജ്, സെക്കൻഡ് ജനറേഷൻ ലാംഗ്വേജ് അല്ലെങ്കിൽ അസംബ്ലി ലാംഗ്വേജ്, 3rd ജനറേഷൻ ലാംഗ്വേജ് അല്ലെങ്കിൽ പിന്നെ ഹൈ ലെവൽ ലാംഗ്വേജ്, 4th ജനറേഷൻ ലാംഗ്വേജ് അല്ലെങ്കിൽ നോൺ പ്രൊസീജിയറൽ ലാംഗ്വേജ്, 5th ജനറേഷൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ്ഡ് ലാംഗ്വേജ്, ഡൊമൈൻ സ്പെസിഫിക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇതേ ഹൈ ലെവൽ ലാംഗ്വേജിനെ തന്നെ ഒബ്ജക്ട് ഓറിയന്റഡ് ലാംഗ്വേജ്, അൽഗോരിതമിക് ലാംഗ്വേജ്, ബിസിനസ് ഓറിയന്റഡ് ലാംഗ്വേജ്, അങ്ങനെയുള്ള വേറെയും പ്രൊസീജിയറൽ ഓറിയന്റഡ് ലാംഗ്വേജ്, അങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻസ് എല്ലാം ഉണ്ട് കുറച്ചുകൂടെ ഹയർ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ.
ഇപ്പൊ നമ്മൾ ഇതിന്റെ ഒരു അടിസ്ഥാനം എന്നുള്ള നിലയിൽ ഇതിന്റെ ഈ 3 ക്ലാസിഫിക്കേഷൻ മാത്രമേ നമ്മുടെ സിലബസിനകത്തുള്ളൂ. അപ്പോൾ തൽക്കാലം അത് പഠിച്ചാൽ മതി. ബാക്കിയുള്ള നേരം നമ്മൾ ഈ 3 ക്ലാസിഫിക്കേഷൻ മാത്രം പഠിച്ചു വെച്ചിട്ട് വലിയ ക്ലാസ്സിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് വലിയ ക്ലാസിഫിക്കേഷൻ കേൾക്കുമ്പോഴത്തേക്ക് ഇതൊന്നും ഞങ്ങളുടെ മാഷ് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയരുതെന്ന് വിചാരിച്ചാണ് ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞത്. ഓക്കെ, നമ്മൾ മെഷീൻ ലാംഗ്വേജ് ഞാൻ പറഞ്ഞു 3 ക്ലാസിഫിക്കേഷൻ: മെഷീൻ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ്, ഹൈ ലെവൽ ലാംഗ്വേജ്. അപ്പം ഈ മെഷീൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം, മെഷീന് ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാകുന്ന ഭാഷ, ഒരു കമ്പ്യൂട്ടറിന് നേരിട്ട് മനസ്സിലാവുന്ന ഭാഷ. നമ്മൾ നേരത്തെയൊക്കെ പഠിച്ചിട്ടുണ്ട്, 0യും 1ന്റെയും കോമ്പിനേഷനാണ് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്നത്. അതായത് ബൈനറി കോഡുകളാണ് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്നത്. അപ്പോൾ ആ ബൈനറി കോഡ് ഡയറക്റ്റ് ആയിട്ട് കമ്പ്യൂട്ടറിലോട്ട് എൻട്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ മെഷീൻ ലാംഗ്വേജ് എന്ന് പറയും. ഓർക്കണം, അതിന് ഒരു ഡെഫിനിഷൻ പോലെ പറയാൻ, എ ലാംഗ്വേജ് ദാറ്റ് കറസ്പോണ്ട് ഡയറക്ട്ലി ടു എ സ്പെസിഫിക് മെഷീൻ. ലോ ലെവൽ കമ്പ്യൂട്ടർ ലാംഗ്വേജസ് ആർ മെഷീൻ കോഡ്സ്. Machine language is a language that is directly interpreted into the hardware. It is the lowest level of programming language which is used binary codes. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. ബൈനറി കോഡ് യൂസ് ചെയ്യുന്ന ഏറ്റവും ലോവസ്റ്റ് ലെവലിലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് മെഷീൻ ലാംഗ്വേജ്. കമ്പ്യൂട്ടറിന് ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാകുന്നത് ഈ ഒരൊറ്റ ഭാഷയുള്ളൂ, മെഷീൻ ലാംഗ്വേജ് മാത്രമേ ഉള്ളൂ. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഏതാണ്? മിഡിൽ ലെവൽ ലാംഗ്വേജ് ആയിട്ടുള്ള അസംബ്ലി ലാംഗ്വേജ്. അസംബ്ലി ലാംഗ്വേജിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കോഡുകളാണ് അതിനകത്തുള്ളത്. ന്യൂമോണിക് സിംബൽസ് എന്നറിയപ്പെടുന്ന കോഡുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഭാഷയാണ്. എന്നാൽ മെഷീന് ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇല്ല. എന്നാൽ നമുക്ക് ഇത് നല്ലോണം യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതുമില്ല. എന്നാലും ഒരു ഇടനിലയിൽ വരുന്ന ഭാഷ, നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാനും ഉപയോഗിക്കാനും ബുദ്ധിമുട്ടാണ്. മെഷീന്റെ കാര്യത്തിലും അത് തന്നെ. ഒരു അസംബ്ലർ എന്ന് പറയുന്ന ഒരു ട്രാൻസ്ലേറ്റർ പ്രോഗ്രാം യൂസ് ചെയ്തുകൊണ്ട് മാത്രമേ മെഷീനകത്തും അത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ, മെഷീനകത്തും അത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അസംബ്ലി ലാംഗ്വേജ് ഈസ് സ്ലൈറ്റ്ലി മോർ യൂസർ ഫ്രണ്ട്ലി ലാംഗ്വേജ് ദാറ്റ് ഡയറക്ട്ലി കറസ്പോണ്ട് ടു മെഷീൻ ലാംഗ്വേജ്. മെഷീൻ ലാംഗ്വേജുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുത്താൻ പറ്റുന്ന കുറച്ചൊക്കെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് എന്ത്? അസംബ്ലി ലാംഗ്വേജ്. അസംബ്ലി ലാംഗ്വേജ് യൂസ് ന്യൂമോണിക് കോഡ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു, ചെറിയ ADD, SUB എന്നൊക്കെ അറിയപ്പെടുന്ന ചില സിംബലുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് അസംബ്ലി ലാംഗ്വേജ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അസംബ്ലി ലാംഗ്വേജ് which was developed to overcome some of the many inconveniences of machine language. മെഷീൻ ലാംഗ്വേജിന്റെ കുറച്ച് അസൗകര്യങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് അസംബ്ലി ലാംഗ്വേജ് ഉപയോഗിച്ചത്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയേക്കുന്നത് 2 ലാംഗ്വേജുകളെ പറ്റിയാണ്. മെഷീൻ ലാംഗ്വേജിനെ പറ്റി പറഞ്ഞു, അസംബ്ലി ലാംഗ്വേജിനെ പറ്റി പറഞ്ഞു. ഇനി ഏറ്റവും കൂടുതൽ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള, നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഭാഷയാണ് നമുക്കിനി പഠിക്കാനായിട്ടുള്ളത്. അതിന് ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയും. ഇറ്റ്സ് ഇംഗ്ലീഷ് ലൈക്ക് ലാംഗ്വേജ്. നമ്മൾക്ക് ഉപയോഗിക്കാൻ അറിയാവുന്ന മോർ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള, ഇംഗ്ലീഷുമായി അടുത്ത് ബന്ധമുള്ള ഒരു ഭാഷയാണ് ഏത്? ഹൈ ലെവൽ ലാംഗ്വേജ്. നമ്മളിപ്പോ പറയുന്ന ഈ C++ഉം ജാവയും സിയും ഫോർട്രാനും കോബോളും എല്ലാം ഹൈ ലെവൽ ലാംഗ്വേജുകളാണ്. ഇത് ഹൈ ലെവൽ ലാംഗ്വേജസ് യൂസ് ഫോർമാറ്റ് ദാറ്റ് ഈസ് സിമിലർ ടു ഇംഗ്ലീഷ്. ഇറ്റ് ഈസ് വെരി ഈസി ടു യൂസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനും വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാനും പറ്റുന്ന ഹൈ ലെവൽ ലാംഗ്വേജുകളെ പറ്റിയാണ് നമ്മളിപ്പോ പറയുന്നത്. ഹൈ ലെവൽ ലാംഗ്വേജസ് ആർ ബേസിക്കലി സിംബോളിക് ലാംഗ്വേജ് ദാറ്റ് യൂസ് ഇംഗ്ലീഷ് വേർഡ്സ് ആൻഡ് മാത്തമാറ്റിക്കൽ സിംബൽസ്. കണക്കിന്റെ സിംബലുകളും ഇംഗ്ലീഷ് വേർഡുകളും എല്ലാം ഉപയോഗിക്കുന്ന യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള, നമുക്ക് വളരെ വൃത്തിയായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള, നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്ന അതാണ്. C++ എന്ന് പറയുന്ന ഭാഷ എന്ന് പറയുന്നത് ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്, ഇംഗ്ലീഷ് ലൈക്ക് ലാംഗ്വേജ് ആണ്. ഇംഗ്ലീഷിന്റെ ഭാഷ ഉപയോഗിക്കുന്ന മാതിരി ഇഫ് അങ്ങനെയാണെങ്കിൽ അത് ചെയ്, അല്ലെങ്കിൽ ഇത് ചെയ്, അല്ലെങ്കിൽ പിന്നെ ഡു, വൈൽ എന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മൾ ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കുന്നത് പോലെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കമ്പ്യൂട്ടറുമായിട്ട് സംവേദിക്കാം. ഇങ്ങനെയാണ് ഹൈ ലെവൽ ലാംഗ്വേജസ് കൂടുതലും ഉപയോഗിക്കുന്നത്. ഇംഗ്ലീഷ് ഭാഷയോട് ഒരുപാട് സാമ്യമുള്ള ലാംഗ്വേജാണ്. അപ്പോൾ അങ്ങനെയുള്ള ഹൈ ലെവൽ ലാംഗ്വേജുകളാണ് 3ാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. കമ്പ്യൂട്ടറിന്റെ ഭാഷകളെ നമ്മളിപ്പോൾ 3ആയിട്ട് തരംതിരിച്ചു. ഈ 3 ഭാഷകൾ മെഷീൻ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ്, ഹൈ ലെവൽ ലാംഗ്വേജ്, ഈ 3 ക്ലാസിഫിക്കേഷൻ പഠിക്കണം. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ലാംഗ്വേജ് എന്താണെന്നും അതിന്റെ ഫണ്ടമെന്റൽസ് എന്താണെന്നും ഉള്ളതിനെ പറ്റി ഏകദേശം ഒരു ധാരണ വേണം. ഇതെല്ലാം അടുത്ത ക്ലാസ്സിൽ ഞാൻ ചോദിക്കും. അപ്പൊ എല്ലാത്തിനും മറുപടിയൊക്കെ പറയണം. എല്ലാവരും നല്ലവണ്ണം പഠിക്കണം. നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്നത് ഇനി ഇതിന്റെ ഒരു ട്രാൻസ്ലേറ്റർ പ്രോഗ്രാമാണ്. അതായത് ലാംഗ്വേജിനെ എങ്ങനെ മെഷീന് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് മാറ്റാം എന്നുള്ള കാര്യമാണ് ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. അത് നമുക്ക് തൊട്ടടുത്ത ക്ലാസ്സിൽ പഠിക്കാം. എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും നിറഞ്ഞ മനസ്സോടുകൂടി ഒരു തവണ കൂടെ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്ക് ചുരുക്കുകയാണ്. നമസ്കാരം.